ഹായ് നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരളത്തിലുള്ള സമൂസ നോർത്ത് ഇന്ത്യയിൽ കിട്ടാത്തതുകൊണ്ട് ഞാനൊരു സമൂസ മേക്കർ നോക്കി. അപ്പം അത് ഞങ്ങൾ നല്ലതായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ച് 2 ദിവസം കൊണ്ട് സംഭവം എത്തി. അപ്പം ഞാൻ അത് ഒന്ന് പൊളിച്ച് നോക്കിയായിരുന്നു. ഇതിൻ്റെ അകത്ത് 24 സമൂസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളത്. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഒരു ഗ്രീൻ കളറിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നതെന്ന് ഇനി അമ്മ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത്. ചിക്കൻ സമൂസ ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ വേവിച്ച് എല്ല് കളഞ്ഞത് വേണം. പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഉള്ളി വഴറ്റിയെടുക്കുക. ഉള്ളി നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല. എല്ലാ മസാലകളും ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ സമൂസ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കൻ മസാലയുമായി ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ചേർക്കാം. കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിംഗ് റെഡി. നമ്മൾ നേരത്തെ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച മൈദ ചപ്പാത്തി പരത്തുന്നത് പോലെ ഷീറ്റാക്കി പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ വാങ്ങിയ സമൂസ മേക്കറിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു ട്രിപ്പ് തന്നെ 24 സമൂസ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഓരോ ഹോളിലേക്ക് നമുക്ക് സമൂസേൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ഷീറ്റ് മേലെ വെച്ച് ചപ്പാത്തി കോല് കൊണ്ട് തന്നെ നമുക്ക് പരത്തി കൊടുക്കാം. നല്ലോണം പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. അത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് സമൂസ നമുക്ക് കട്ടായി കിട്ടുന്നത്. ഇനി സൈഡെല്ലാം ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് മുറിച്ച് മാറ്റാം. ഇനി സമൂസ മേക്കറിലെ ഓരോ ഹോളിലും നമ്മൾ തിരിച്ച് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ സമൂസയായിട്ട് നമുക്ക് വിട്ട് കിട്ടും. നല്ല ഈസി ആയിട്ട് തന്നെ ഇത് കട്ടായി കിട്ടുന്നതാണ്. നല്ല ഷേപ്പിൽ നല്ല സമൂസയാണ് നമുക്ക് കിട്ടുന്നത്. ഈ പരത്താൻ ഉപയോഗിച്ച ഈ ഷീറ്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. നല്ല സിലിക്കോൺ ഷീറ്റാണ്, ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാം. നല്ല ക്ലീനാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ സമൂസ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ട്രിപ്പിൽ ഞാൻ കുറച്ച് സമൂസയാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ, നല്ല ക്രിസ്പി ആകുന്നത് വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ടെസ്റ്റിംഗ് ബോയിനോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ചിക്കൻ സമൂസ ആയതുകൊണ്ട് വേദുവിന് നല്ല ഇഷ്ടമാവും. അവൻ്റെ എക്സ്പ്രഷൻ മനസ്സിലാവുന്നുണ്ട്. സൂപ്പറാണെന്ന് പറഞ്ഞു.